അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്നൊരു പുതിയ പാഠം എടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പാഠം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കാരണം അത് നമ്മളെ സിലബസിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ടൈമിൽ നമ്മൾ എന്താക്കുന്നതാണ് ആ പാഠം പൂർത്തിയാക്കുക. ഇന്നിപ്പോൾ നമ്മൾ സിലബസിലുള്ള പ്രത്യേക പാഠങ്ങൾ നമ്മൾ തീർക്കാൻ പോവുകയാണ്. ഹമാരെ ജാൻവർ, അതാണ് നമ്മുടെ പുതിയ പാഠം. നമ്മുടെ മൃഗങ്ങൾ. ഹമാരെ ജാൻവർ, നമ്മുടെ മൃഗങ്ങൾ. ആപ്നെ, താങ്കൾ, അതായത് നിങ്ങൾ, തൊറഹ്തൊറഹ്ക്കെ, പലതരത്തിലുള്ള ജാൻവർ, മൃഗങ്ങളെ ദേക്കേ ഹോങ്കെ, കണ്ടിട്ടുണ്ടാകും അല്ലേ, ഒരുപാട് കണ്ടിട്ടുണ്ടാകും. കുച്ച് ജാൻവർ, ചില മൃഗങ്ങൾ, ഗറോമേ, വീടുകളിൽ, പാലേ ജാത്തേ ഹേ, വളർത്തപ്പെടുന്നു. പാൽന എന്ന് പറഞ്ഞാൽ വളർത്തുക അല്ലേ. ചില മൃഗങ്ങൾ വീടുകളിൽ വളർത്തപ്പെടുന്നു. അങ്ങനെയുള്ള ജിനെ, അവകളെ, അതായത് വീടുകളിൽ വളർത്തപ്പെടുന്ന ആ മൃഗങ്ങളെ ഹം, നമ്മൾ, പാൽത്തോ ജാൻവർ കഹ്തേ ഹേ, അതായത് വളർത്തു മൃഗങ്ങളെന്നു വിളിക്കുന്നു. വളർത്തു മൃഗങ്ങളെന്ന് വിളിക്കുന്നു. കുച്ച് ജംഗൽ മേ രഹ്തേ ഹേ, എന്നാലോ ചില മൃഗങ്ങളോ ജംഗൽ മേ, അതായത് കാടുകളിൽ, രഹ്തേ ഹേ, ജീവിക്കുന്നു. ഓർ വോ, അവർ, ജംഗലി ജാൻവർ കഹ്ലാത്തേ ഹേ, അവരെ നമ്മൾ എന്താക്കുന്നു, കാട്ടുമൃഗങ്ങൾ എന്ന് കഹ്ലാത്തേ ഹേ, വിളിക്കപ്പെടുന്നു. കഹ്ലാന പറഞ്ഞാൽ വിളിക്കപ്പെടുക എന്നുള്ള അർത്ഥം. ശ്രദ്ധിക്കുക, ഓരോ വേർഡും ശ്രദ്ധിക്കണം. പാൽത്തോ ജാൻവറോമേ, ഇനി വളർത്തു മൃഗങ്ങളിൽ നമുക്ക് ഏതൊക്കെ പരിചയമുണ്ട്? ഗായെ, പശു, ബേൽ, ഒട്ടകം, ബേസ്, പോത്ത്, ബേഡ്, ചെമ്മരിയാട്, ബക്കിരി, ആട്, ഊണ്ട്, ഒട്ടകം, ഘോഡ, കുതിര, ഗദ്ദ, കഴുത, കുത്ത, നായ, ബില്ലി, പൂച്ച വഗൈറ. അതെല്ലാത്തതൊക്കെ ഷാമിൽ ഹൈ, ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. അതല്ലാത്തതൊക്കെ ഈ പറഞ്ഞ പാൽത്തോ ജാൻവർ, അതായത് വളർത്തു മൃഗങ്ങളിൽ അതൊക്കെ പെടുന്നുണ്ട്. ഇനി ഗായെ, ഈ മൃഗങ്ങൾ, അതായത് ഗായ എന്ന് പറഞ്ഞാൽ പശുക്കളും, ബേസ്, പോത്തുകളും, ഓർ ബക്കിരി, പോത്തുകളും, പിന്നെ ബക്കിരി പറഞ്ഞാൽ ആടും. ഇവകൾ, ബക്കിരീസെ, ഇവകളിൽ നിന്നൊക്കെ, അതായത് പശുക്കളിൽ നിന്നും, പോത്തുകളിൽ നിന്നും, ആടുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താകുന്നു, ഹമേ, നമുക്ക്, ദൂത് മിൽത്താഹെ, പാല് കിട്ടുന്നു. ശരിയല്ലേ, അതിൽ നിന്നൊക്കെ നമുക്ക് പാല് കിട്ടുന്നുണ്ട്. ഓർ ബേഡോസെ, മാത്രമല്ല ചെമ്മരിയാടിൽ നിന്നും ഊൻ, എന്താ പറയുക, ഊൻ എന്ന് പറഞ്ഞാൽ രോമം അല്ലേ, ഊൻ, രോമം കിട്ടുന്നു. ദൂദ്സെ, എന്നാലോ പാല് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മുകളിൽ നമ്മൾ പറഞ്ഞു പാല് കിട്ടുന്നുണ്ട് പറഞ്ഞ്. ഈ പാല് കൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? മക്കൻ എന്ന് പറഞ്ഞാൽ വെണ്ണയും, ഓർ ഗീ, നെയ്യും, ബനായ ജാത്ത ഹെ, അതൊക്കെ ഉണ്ടാക്കപ്പെടുന്നു. എന്നാൽ ഇനി ഊനുണ്ടല്ലോ, അതായത് ചെമ്മരിയാടിൽ നിന്നുള്ള ഊൻസെ, ആ ഊൻസിൽ നിന്ന് ഗറം കപ്പടെ, നല്ല ചൂടുള്ള വസ്ത്രം നമുക്ക് എന്താക്കാൻ പറ്റും? കപ്പടെ, വസ്ത്രങ്ങളും നമ്മൾ ബനായ ജാത്ത ഹെ, ഉണ്ടാക്കപ്പെടുന്നു. ഇനി കഴിഞ്ഞില്ല. ജാൻവറോക്കെ ഗോബർ കി ഖാദ്, അതായത് ജാൻവറോക്കെ, മൃഗങ്ങളുടെ, ഗോബർ എന്ന് പറഞ്ഞാൽ ചാണകം, ചാണകത്തിൻ്റെ കാത് എന്ന് പറഞ്ഞാൽ വളം ഉണ്ടല്ലോ, ചാണകം ഒരു വളമാണല്ലോ. അപ്പം മൃഗങ്ങളുടെ ചാണകത്തിൻ്റെ വളം, കീഥോമേ എന്ന് പറഞ്ഞാൽ വയലുകളിൽ, കാം ആത്തി ഹെ, ഉപകാരമെടുക്കുന്നു അല്ലേ. അതുകൊണ്ട് ഒരുപാട് ഉപകാരം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഗോഡെ, കുതിരകളും, ഗദ്ദെ, കഴുതകളും, പിന്നെ ഊണ്ട്, ഒട്ടകങ്ങളൊക്കെ, സവാരി കർണെ, എന്തിനു വേണ്ടിയാണ്? യാത്ര ചെയ്യാനും. ഓർ ബൂജ് ഡോനേക്ക്, ബൂജ് ഡോന പറഞ്ഞാൽ ഭാരം വഹിക്കുക, ചരക്കുകളൊക്കെ ഭാരം വഹിക്കാൻ വേണ്ടി, കാം ആത്തേ, അവർക്ക് അതിന് ഉപകാരമെടുക്കുന്നു. ഇനി ബേൽസെ, കഴിഞ്ഞില്ല. ബേൽസെ, കാളകളെ കൊണ്ട്, കീത് ജ്യോത്തിനെ പറഞ്ഞാൽ എന്താണ്? ഉഴുതുക, നമ്മൾ കന്നൂട്ടാന്നൊക്കെ പറയും. അപ്പം അവകളൊക്കെ പാണം ഉഴുതാനും, ഓർ ബേൽ, ഇതിനെ തന്നെ എന്താ പറയുക, കാളകളെ തന്നെ, ഗാഡി കീഞ്ചിനേക്ക, വാഹനം വലിക്കുന്നതിൻ്റെയും, കാം ലിയാ ജാത്താ ഹെ, എന്ത് നടക്കുമെന്ന് ഉപകാരം എടുക്കപ്പെടുന്നു. അബ്, എന്നാൽ ഇപ്പോൾ, ഇൻക, ഇവകളുടെ, അതായത് ഇങ്ങനെ കാളകളെ കൊണ്ട് കന്നൂട്ടലും, പിന്നെ കാളകളെ കൊണ്ട് ഇങ്ങനെ എന്താക്കുക, ഭാരം ചുമക്കുക, വലിക്കുക, ഇങ്ങനെ ഇവകളുടെയൊക്കെ ചലൻ, പ്രവർത്തനങ്ങൾ, ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ കം ഹോത്ത ജാരഹാ ഹെ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കം ഹോന പറഞ്ഞാൽ കുറയുക. ശരിയാണല്ലോ, ഇപ്പോൾ കാളനെ കൊണ്ടൊന്നും പൂട്ടലില്ലല്ലോ, അപ്പോൾ അതിനൊക്കെ മെഷീൻ വന്നു, പിന്നെ അത് വേറെ വണ്ടികൾ വന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്തായി? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ശരിക്കും പോലെ ശ്രദ്ധിക്കുക, വേർഡുകൾ ക്ലാസ് കേട്ട് തന്നെ മനസ്സിലാക്കുക, എഴുതിയെടുക്കുന്നതിൻ്റെ മുമ്പ്. ഓക്കെ, അസ്സലാമു അലൈക്കും.